ചിലപ്പോൾ അവിടെ ഇവിടെ കുറച്ച് പേര് മാത്രമായിരിക്കും കാണുക. ഇത്രയും പേരെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. എന്തായാലും നമ്മളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. എങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല. പക്ഷേ ഇന്ന് മുതൽ നമ്മൾ കുറച്ചധികം കൂടുതലായി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇത് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് തന്നെ വേണം പറയാൻ. ലഹരിയുടെ ഉപയോഗം നമ്മുടെ കുട്ടികളും യുവാക്കളും. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളും യുവാക്കളും ഇത്ര വേഗത്തിൽ ലഹരിയുടെ പിന്നിലേക്ക് അകപ്പെടുന്നത്? ഇത്ര വേഗത്തിൽ ഇതിലേക്ക് വഴുതി വീഴുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടായിരിക്കും? ഓരോരുത്തരും സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ലഹരി എന്നത് ഒരു സുഖമാണ്, അത് ഉപയോഗിക്കുന്നവർക്ക് ഒരു സുഖമാണ്. എല്ലാവർക്കും അങ്ങനെയല്ലെങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെയല്ല. എന്നാൽ ഈ സുഖം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ പഠനത്തിൽ നിന്നോ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നിന്നോ ലഭിക്കാതെയോ അതല്ലെങ്കിൽ കണ്ടെത്താനാവാതെയോ വരുമ്പോഴാണ് അവർ ലഹരിയുടെ സുഖം തേടി പോകുന്നത്. ഈ ഒരു സുഖം എന്ന് പറയുന്നത് ഒരിക്കൽ അതിന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു സുഖം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിന് വേണ്ടത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. അത് തന്നെയാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ ഓരോരുത്തരും കുട്ടികളായിരിക്കും ഒരുപക്ഷെ ഉണ്ട്, മാക്സിമം പോലെ 3 അല്ലെങ്കിൽ 4. പക്ഷെ ഇത്രയും കുട്ടികളെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു, എത്രയൊക്കെ രീതിയിൽ അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തുന്നുണ്ട്. പക്ഷെ അവര് ചില കാര്യങ്ങളിൽ കൂടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞിനെ നമ്മളോടൊപ്പം ഉണ്ടാകുകയുള്ളൂ. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്നും ഈ പറഞ്ഞ സ്നേഹം, ഈ ഒരു സുഖം ലഭിക്കുന്നില്ലെങ്കിൽ അത് ലഭിക്കുന്നിടത്തേക്ക് അവർ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് തന്നെ പോകും. അതൊരു സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികളുടെ പേരൻസാണ് നിങ്ങൾ. നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത ഇതാണ്. ഈ പ്രായം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ടീനേജ് പ്രായം, ഈ ഒരു അഡോളസന്റ് ഏജ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ത് കണ്ടാലും അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ, ആ ഒരു ജിജ്ഞാസ, ആ ഒരു ക്യൂരിയോസിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രായമാണ്. ഈ പ്രായം, ഈ ഒരു ക്യൂരിയോസിറ്റി, ഇത് തന്നെയാണ് നമ്മുടെ ലഹരി മാഫിയ മുതലെടുക്കുന്നത്. കുട്ടികളെയാണ് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. കാരണം വളരെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങളെ വശത്താക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത്തരം ലഹരിയുടെ കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അതിന്റെ ദൂഷ്യഫലങ്ങളോ അതിന്റെ വരുംവരായങ്ങളോ ഒന്നും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവോ അറിവോ കുഞ്ഞുങ്ങൾക്കില്ല. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ വലവീഴ്ച പിടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും വലിയ രീതിയിലാണ് നമ്മൾ ലഹരി മാഫിയ വലവീഴ്ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ തെറ്റ് പോകാതിരിക്കാൻ പേരൻസ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഈയിടെയായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്ന വാർത്തകളല്ല എത്ര പേടിപ്പിക്കുന്നതാണ്. ഓരോ ദിവസവും വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. കാരണം അത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഓരോ ദിവസവും കാണുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പയ്യൻ, നമുക്കറിയാം തിരുവനന്തപുരത്താണല്ലേ, ആ കുട്ടിയുടെ പേരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അഫാൻ എന്നാണ് പേര്. ആ കുട്ടി ഒരു 5 പേരെയാണ് കൊല ചെയ്തത്. അവന്റെ പരിചയത്തിലും ബന്ധത്തിലും സുഹൃത്തുക്കളായിട്ടുള്ളവരും സ്വന്തം അമ്മയെ പോലും ഇങ്ങനെ ചെയ്യാൻ മടിക്കാത്ത ഒരു കുട്ടിയാണ്. പക്ഷെ ബേസിക്കലി അവൻ അങ്ങനെ ആയിരുന്നില്ല, വളരെ സ്നേഹമുള്ള കുട്ടിയായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ പിന്തുണയില്ലാതെ ഇതുപോലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ നോർമലായിട്ട് ഒരു മനുഷ്യന് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം അത് അത്രത്തോളം ഭീകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഈ ലഹരി നമ്മുടെ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. മാത്രമല്ല നമ്മുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഈ ലഹരി വസ്തുവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ആയിരിക്കില്ല അവർ സംഭവിക്കുന്നത്. ഇന്നലെ അല്ല ഒരു ദിവസം 1-2 ദിവസമായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെ ഒരമ്മയെ ലഹരി മൂത്ത മകൻ വെട്ടിക്കൊണ്ടു. എത്ര ദുഃഖകരമായ വാർത്തയാണ്. ആ അമ്മ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിരുന്നത് ഇത്രയും കാലം. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ? നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണോ? സ്വയം ഒന്ന് ചോദിച്ചു നോക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു അഫാൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളരെയധികം വിശ്വാസമാണ്. ഓരോ കുട്ടികളെയും അവരുടെ പേരൻസിന് ഒരുപാട് വിശ്വാസമാണ്. എൻ്റെ കുഞ്ഞ് തെറ്റ് ചെയ്യില്ല, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത്. കാരണം എൻ്റെ കുട്ടി ചെറിയ കുട്ടിയാണ്, അവനിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഇതിനുള്ള പ്രായമായിട്ടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കും. പക്ഷെ
ഒരു സംഭവമാണ്. ഒരു സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല, ഒരു സ്ഥലത്ത്, അതായത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ്. അവിടെ ഒരു ദിവസം ഒരു 11 മണിയായപ്പോൾ അവിടെ ഒരു മികച്ച സ്കൂളാണ്, ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മികച്ച രീതിയിൽ പോകുന്ന ഒരു സ്കൂളാണ്. അവിടെ നിന്ന് അവിടുത്തെ എച്ച് വിളിക്കുന്നു. ഇൻസ്പെക്ടർ പെട്ടെന്ന് കണ്ടു ഇവിടെ ഒരു സംഭവം, ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, പെട്ടെന്ന് ചെന്നു. അതായത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടത് സ്റ്റാഫ് റൂമിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 കുട്ടികൾ, 10 ആൺകുട്ടികളാണ്, 10 കുട്ടികൾ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുകയാണ്. എന്താണ് കാര്യം? അപ്പോൾ അവിടുത്തെ അധ്യാപകൻ ഒരു ബോട്ടിൽ എടുത്തുകൊണ്ടുണ്ട്. ഒരു ബോട്ടിൽ അതിനടിയിൽ ഒരല്പം മറ്റ് ബാക്കിയുണ്ട്. ഇതാണ് കാര്യം. അവന്റെ അച്ഛൻ ഉപയോഗിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന മദ്യം അത് നമ്മൾ അലമാരി കൂട്ടി വെച്ചിരുന്നതാണ്. ഇവനത് മറ്റാരും കാണാതെ എടുത്ത് സ്കൂളിൽ കൊണ്ടുവന്ന് കൂട്ടുകാരെയും കൂട്ടി ഉള്ളിൽ ഗ്രൗണ്ടിന് വെളിയിൽ കുറ്റിക്കാട്ടിൽ പോയത് 10 പേരും കൂടെ മദ്യപിച്ചു. ഇത് സാറന്മാരെ കൈയോടെ പിടിച്ചു. ഇതാണ് സംഭവം. എന്തായാലും പിടിച്ചുകൊണ്ട് വന്ന കുട്ടികളിൽ ആദ്യമാദ്യം മദ്യപിച്ച് കുറച്ച് പേർക്ക് അത്യാവശ്യം നൽകി ഇറക്കി പിടിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടികൾ. ഈ അധ്യാപകൻ, പ്രധാന അധ്യാപകൻ, ഈ പറഞ്ഞ 10 കുട്ടികളുടെ പേരൻസിനെ ഫോൺ വിളിച്ചപ്പോൾ അവരെ ചില അമ്മമാരൊക്കെ ഈ സാറിനെ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. സാർ എന്താ പറയുന്നത്, എൻ്റെ മോനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, കാരണം ഞാൻ അത്രയും കാര്യമായിട്ടാണ് അവരെ വളർത്തിയത്, സാർ ഉദ്ദേശിക്കുന്ന പോലെയല്ല, സാർ നാട് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എന്തായാലും വിളിച്ച് വന്ന് സ്വന്തം മകൻ മദ്യലഹരിയും മയങ്ങി കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് ആ അമ്മയ്ക്ക് മനസ്സിലായത്, ഞാൻ ഇതുവരെ പ്രതീക്ഷിക്കുന്നു, എൻ്റെ വിശ്വാസവും എല്ലാം തെറ്റിപ്പോയി, ഞാൻ എൻ്റെ കുട്ടിയെപ്പറ്റി ഇങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. അവിടെ വെച്ച് തന്നെ അധ്യാപകനോട് സോറി പറഞ്ഞ് കരയുകയും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഓരോരുത്തരുമാണ്, ആ അമ്മയുടെ പ്രസിദ്ധിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മുടെ വിശ്വാസം അതാണ്, എൻ്റെ കുട്ടി ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ഞാൻ അങ്ങനെ അല്ല അവനെ വളർത്തുന്നത്, അല്ലെങ്കിൽ അവനെ വളർത്തുന്നത്, അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. പക്ഷെ സംഭവം അതല്ല, ഇന്നത്തെ ക്രിസ്തു എന്ന് പറയുന്നത് അതല്ല, കുട്ടികളിൽ പകർത്തും. കാരണം ആ ഒരു